ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ബാഡവേലി സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആകെ 6 ചോദ്യങ്ങളാണുള്ളത്. ഇതിൽ നന്നായി അറിയാവുന്ന 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഉപചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യ നമ്പറിനോടൊപ്പം A, B എന്നിങ്ങനെ എഴുതണം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 1, ആസ്വാദന കുറിപ്പ്. ഞാറ്റുവേല പൂക്കൾ എന്ന കവിതയിലെ ആശയത്തോട് സാമ്യമുള്ള രചനയാണ് ശ്രീ P. ഭാസ്കരൻ്റെ മഴമുകിൽ പെൺകുടിയും. മഴയാണ് ഇരു കവിതയിലെയും പ്രമേയം. താഴെ കൊടുത്ത വരികളും സൂചനകളും വായിച്ച് മഴമുകിൽ പെൺകുടി എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക. കവിതയിലെ ആശയം, പ്രയോഗഭംഗി, മറ്റു സവിശേഷതകൾ ഇവ പരിഗണിക്കുമല്ലോ. മഴമുകിൽ പെൺകൊടി. ഒരു കുടം തണ്ണീരുമൊക്കത്ത് വെച്ചൊരാ കരിമുകിൽ പെൺകൊടി എങ്ങുപോയി, വയലിൻ്റെ തൊണ്ട വരണ്ട് കിടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോൾ, തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കുയിലുകൾ പാടിക്കുഴഞ്ഞിടുമ്പോൾ, അണയാത്തതെന്തവൾ വാനിൻ്റെ താഴ്വര തണലിൽ പതിവുമ്പോൾ വെള്ളമായി. ഇവിടെ കാർമേഘത്തെ ഒരു പെൺകുട്ടിയായി സങ്കല്പിച്ചുകൊണ്ട് P. ഭാസ്കരൻ രചിച്ച കവിതയാണ് മഴമുകിൽ പെൺകുടി. ഒരു കുടം വെള്ളം ഒക്കത്ത് വെച്ച ആ കരിമുകിൽ പെൺകൊടി എവിടെ പോയെന്ന് കവി ചോദിക്കുന്നു. വയലിൻ്റെ തൊണ്ട വരണ്ട് കിടക്കുന്നു, തോപ്പുകൾ ജീവനറ്റ് നിൽക്കുന്നു, കുയലുകൾ പാടിക്കൊഴിയുകയും ചെയ്യുന്നു. ഈ സമയത്ത് ആകാശത്തണലിൽ പതിവ് പോലെ വെള്ളവുമായി അവൾ വരാത്തത് എന്തുകൊണ്ടാണെന്ന് കവി അന്വേഷിക്കുന്നു. എല്ലായിടവും വരണ്ടുടങ്ങി കിടക്കുമ്പോൾ മഴ പെയ്യാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് കവിയുടെ ചോദ്യമെങ്കിലും അതിനായി ഉപയോഗിച്ചിരിക്കുന്ന സാമ്യങ്ങൾ അതിമനോഹരമാണ്. ഇവിടെ ഒരു പെൺകുട്ടിയായിട്ടാണ് മഴമേഘത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 2, ഉപന്യാസം. എനിക്കൊരു സ്വപ്നമുണ്ട്. അലബാമ സംസ്ഥാനത്തിലെ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരുമായ കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികളും സഹോദരീ സഹോദരന്മാരായി കൈകോർത്ത് നടക്കുന്ന നാൾ വരുമെന്ന്. മാർട്ടിൻ ലൂതർ കിങ്. ലോകത്ത് ഇതുപോലെ മറ്റു പലതരം വിവേചനങ്ങളും വേർതിരിവുകളും നിലനിൽക്കുന്നില്ലേ? ഈ ഒരു ആശയം മുൻനിർത്തി വേർതിരിവില്ലാത്ത സമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസത്തിൻ്റെ തലക്കെട്ട് എന്ത് കൊടുക്കണം? വേർതിരിവില്ലാത്ത സമൂഹം. എന്നിട്ട് നമുക്ക് എഴുതാം. സമൂഹത്തിൽ നിന്ന് ഇന്നും വർണ്ണജാതി മതവിവേചനങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിച്ചിട്ടില്ല. മാർട്ടിൻ ലൂതർ കിങ്ങും അദ്ദേഹത്തിൻ്റെ വംശജരും അതിൻ്റെ എല്ലാവിധത്തിലുമുള്ള ക്രൂരതകളും അനുഭവിച്ചവരാണ്. എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സമന്മാരായാണ്. സ്വഭാവത്തിലെയും പെരുമാറ്റത്തിലെയും മാന്യതയും പക്വതയും ഓരോരുത്തരെയും വ്യത്യസ്തമാക്കുന്നു. അതവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. തൻ്റെ മക്കളും താനും ഉൾപ്പെടുന്ന കറുത്തവൻ്റെ മക്കളും വെള്ളക്കാരൻ്റെ മക്കളും ഒന്നിച്ച് ഒരു മേശയ്ക്കിരുവശവും സാഹോദര്യത്തോടെ കഴിയുമെന്നും തൊലി നിറത്തിനു പകരം സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ വിലയിരുത്തപ്പെടുമെന്നും അംഗീകരിക്കപ്പെടുമെന്നും മാർട്ടിൻ ലൂതർ കിങ് സ്വപ്നം കാണുന്നു. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിലും പ്രദേശങ്ങളിലുമാണ് ജാതീയ വിവേചനങ്ങൾ കൂടുതൽ നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 3, അഭിമുഖ ചോദ്യാവലി. റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന പാഠഭാഗത്ത് ജീൻ ക്രിസ്റ്റഫിനെ നാം പരിചയപ്പെട്ടു. രോഗം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും വിരസമായ ബാല്യം. ഒടുവിൽ രാജകുടുംബത്താൽ അഭിനന്ദിക്കപ്പെടുന്ന ഒരു സംഗീതജ്ഞനായി അവൻ മാറി. കഷ്ടപ്പാടുകൾക്കൊടുവിൽ വിജയ തീരമണിഞ്ഞ ജീൻ ക്രിസ്റ്റഫ് നമുക്കൊരു പ്രചോദനമാണ്. ക്രിസ്റ്റഫിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ജീൻ ക്രിസ്റ്റഫുമായി അഭിമുഖ സംഭാഷണം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കുക. ഓക്കെ, ക്രിസ്റ്റഫിന് അഭിമുഖം നടത്താൻ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ആദ്യത്തെ ചോദ്യം നോക്കാം. അച്ഛൻ്റെ മദ്യപാനം അമ്മയെ തളർത്തിയപ്പോൾ അമ്മയ്ക്ക് തുണയായി കൊച്ചു ക്രിസ്റ്റഫ് നിന്നു. എന്താണ് ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളോട് പറയാനുള്ളത്? രണ്ടാമത്തെ ചോദ്യം. മുത്തച്ഛൻ ജീവിതത്തിൽ വഴിവിളക്കായി മാറിയത് എങ്ങനെ? രാജസദസ്സിൽ നടത്തിയ സംഗീത കച്ചേരി ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു? കുടുംബത്തിന് നഷ്ടപ്പെട്ട സംഗീത പാരമ്പര്യവും പ്രതാപവും വീണ്ടെടുക്കാൻ ക്രിസ്റ്റഫിന് ആയോ? ഇതിന് താങ്കളെ സഹായിച്ചതെന്താണ്?
പ്രവർത്തനം 5 കഥാപാത്ര നിരൂപണം. ലൂഷ്യ ഒരു ദുഃഖപുത്രിയാണ്. എന്തെല്ലാം വേദനകളാണ് അവൾ സഹിച്ചത്. ഏകാന്ത രാത്രികളിൽ തളർന്നുറങ്ങുന്ന മകനെ കെട്ടിപ്പിടിച്ച് തേങ്ങിക്കരിയും. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ലൂഷ്യയുടെ സങ്കടങ്ങൾ എന്താകാം. ജീൻ ക്രിസ്റ്റഫിൻ്റെ ഉയർച്ചയിലോ ലൂഷ്യ എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ, മറ്റു കഥാപാത്രങ്ങളോടുള്ള ബന്ധം ഇവ വ്യക്തമാക്കിക്കൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പാവപ്പെട്ട ഒരു കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു ലൂഷ്യ. വേണ്ടത്ര സൗന്ദര്യമോ കഴിവുകളോ ഒന്നുമില്ല. ക്രാഫ്റ്റ് കുടുംബത്തിലെ മെൽഷ്യർ അവളെ വിവാഹം കഴിച്ചു. പക്ഷേ വൈകാതെ തന്നെ അവളുടെ ജീവിതം കഷ്ടതകൾക്ക് വഴിമാറി. ലൂഷ്യയെ വിവാഹം കഴിച്ചത് വിഡ്ഢിത്തമായി എന്ന് തോന്നിയ മെൽഷ്യർ മദ്യപാനത്തിൽ അഭയം തേടി. മെൽഷ്യറിന് ചേരാത്ത വധുവാണ് താനെന്ന തോന്നൽ അവളിൽ ദുഃഖം നിറച്ചു. താനാണല്ലോ മെൽഷ്യറിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നോർത്ത് അവൾ വേദനിച്ചു. ഏകാന്തമായ രാത്രികളിൽ മകനെ കെട്ടിപ്പിടിച്ച് അവൾ തേങ്ങിക്കരയും. വീട് പുലർത്താൻ അവൾ പ്രഭു കുടുംബങ്ങളിൽ ജോലിക്ക് പോയി. ജീവിതം ദുഃഖപൂരിതമായിരുന്നുവെങ്കിലും തൻ്റെ കടമകൾ അവൾ ഭംഗിയായി നിർവഹിച്ചു. ജീൻ ക്രിസ്റ്റഫിലായിരുന്നു അവളുടെ പ്രതീക്ഷ. ഭർത്താവിലൂടെ നഷ്ടപ്പെട്ട സംഗീത പാരമ്പര്യം മകനിലൂടെ തിരിച്ചു വരുന്നത് കണ്ട് അവൾ അതിരറ്റ് സന്തോഷിച്ചിട്ടുണ്ട്. ഒരു ദുഃഖപുത്രിയായി വായനക്കാരുടെ മനസ്സിൽ ഈ കഥാപാത്രം എന്നും നിറഞ്ഞു നിൽക്കുന്നു. പ്രയാസങ്ങളെ സംയമനത്തോടെ മറികടക്കുന്ന കഥാപാത്രമായി അവൾ ഈ കഥയിൽ ജീവിക്കുന്നു. ഇനി അടുത്ത പ്രവർത്തനം പത്രവാർത്ത. പ്രമുഖ സാഹിത്യകാരനായ ശ്രീ ബെന്യാമിനുമായി നടത്തിയ അഭിമുഖ സംഭാഷണം വായിക്കുക. വായിച്ച ശേഷം ലഭിച്ച ആശയങ്ങൾ ചേർത്ത് ഉചിതമായ തലക്കെട്ടും നൽകി പത്രവാർത്ത തയ്യാറാക്കുക. അനുയോജ്യമായ ഭാഷയിൽ ഖണ്ഡികകളായി എഴുതുമല്ലോ. ചോദ്യം: ആടുജീവിതം എന്ന നോവൽ വന്നതിന് ശേഷം അഭിമുഖം കൂടിയതുകൊണ്ട് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ബെന്യാമിൻ: മടുപ്പൊന്നുമില്ല. കഥകളിലോ നോവലുകളിലോ വരാത്ത നമുക്ക് പറയാനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഇടം കൂടിയാണല്ലോ അഭിമുഖങ്ങൾ. ചോദ്യം: അഭിമുഖം കൂടിയത് അഭിമാനമല്ലേ? ബെന്യാമിൻ: അഭിമാനമുണ്ട്. എങ്കിലും ആടുജീവിതത്തെക്കുറിച്ച് മാത്രം ചോദിക്കുന്നതിൽ നിരാശയുണ്ട്. മറ്റു പുസ്തകങ്ങളെക്കുറിച്ച് കൂടി ചോദിക്കുമ്പോഴാണ് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത്. ചോദ്യം: ആദ്യം വായിച്ച പുസ്തകം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ബെന്യാമിൻ: ചെറുപ്പകാലത്തൊക്കെ പലതും വായിച്ചിട്ടുണ്ടാവും. കൃത്യമായി ഓർമ്മയുള്ളത് ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് ആണ്. പേരിൽ കൗതുകം തോന്നി വായിക്കാനെടുത്തതാണ്. ആദ്യ വായനയിൽ മനസ്സിലാകാത്തതും വീണ്ടും വായിച്ചതും. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ്